ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പതിവ് പോലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, എല്ലാ സമയവും ഒരേ സ്ഥലത്തിൽ കൂടെ നടക്കുന്ന ശീലം എനിക്കില്ല. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റൗണ്ട് ചെയ്യാം. ഇത് നമ്മുടെ എന്താ പറയുക, ഓടപ്പള്ളം, വയനാട് സുൽത്താൻ ബത്തേരി ഓടപ്പള്ളം എന്ന സ്ഥലമാണ്. ഇവിടെ വയലാണ് കേട്ടോ, കൂടുതൽ നെൽകൃഷിയാണ് ഈ പറയുന്ന കൂട്ടത്തിൽ. അതേ അവിടെയൊക്കെ കാട് കാണുന്നുണ്ട്, ചുറ്റും കാട്. ഈ ഒരു എന്താ പറയുക, ഇവിടെ മൊത്തം ചുറ്റും കാടാണ് കേട്ടോ. ഈ ഒരു ഇടയിൽ കൂടെ വണ്ടി പോയപ്പോൾ എൻ്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. അപ്പം എന്താ പറയുക, ദേ കണ്ടില്ലേ ആ ഒരു ഏരിയ കണ്ടോ, അവിടെ നിന്നാണ് ആനയൊക്കെ ഇറങ്ങി വരാറ്, ആ ഒരു സ്ഥലത്തു നിന്ന്. അപ്പം ഇവിടെ ആന ഇറങ്ങി വരുന്ന സമയത്ത് ഈ വിളവൊക്കെ നശിപ്പിക്കും. ആന മാത്രമല്ല, വേറെയും കുറേ പന്നികൾ, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ വരും ഈ പറയുന്ന കൂട്ടത്തിൽ. ഇതിൻ്റെ വിളവൊക്കെ നശിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കെട്ടിയിരിക്കുന്നതാണ്. കണ്ടില്ലേ, ഏറുമാടം കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ ദേ ആ ഒരു സൈഡിലും അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, വലിയൊരു കുഞ്ഞ് ഏറുമാടം കാണുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ ചിലപ്പോൾ കാണും. ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഏറുമാടം, ഇതിൽ ഞാനൊരു തവണ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളീ കാണുന്ന പോലെയൊന്നല്ല. ഇത് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും കയറാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ അങ്ങ് കയറി കഴിയുമ്പോഴാണ് ഒരു ആവേശത്തിന് കയറും ചെയ്തു. കയറി കഴിയുമ്പോൾ തിരിച്ചിറങ്ങാനും പറ്റാത്ത അവസ്ഥ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, വലിയ ഏറുമാടമൊക്കെ ആണെങ്കിൽ, ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ വലിയൊരു ഏറുമാടമൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്റ്റെപ്സുകളൊക്കെ എങ്ങനെ ആൾക്കാർ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ കയറാനുള്ള ഒരു ആവേശം കാരണം അങ്ങ് കയറി പോകുക തോന്നുന്നു. ഞാനും അങ്ങനെ എന്താ പറയുക, അങ്ങനെ അങ്ങ് ഒരു തവണ കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഓണർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോയിട്ട് അതിൽ കയറിക്കുമെന്ന്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ, ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർ, പാടങ്ങളെ, മരങ്ങളെ, പുഴകളെ, എല്ലാത്തിനെയും, അതായത് പൂക്കളെ, എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ടാറ്റാ.